ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങളും ജാലിയൻ വാലാബാഗും നിസ്സഹകരണ പ്രസ്ഥാനവും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി 1917 ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് നോക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് 1905 നടന്നതാണ്. ഇത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലായിരുന്നു ചമ്പാരൻ എന്ന സ്ഥലം സ്ഥിതി ചെയ്തത്. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. എന്താണ്? നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യന്മാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല. എന്തൊക്കെയാണ് ചമ്പാരൻ സത്യാഗ്രഹം? 1917 നടന്നതാണ്. ബീഹാറിലെ ഒരു സ്ഥലമാണ് ചമ്പാരൻ. ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നു. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യന്മാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല. 1918 നടന്ന രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങളാണ് അഹമ്മദാബാദ് മിൽ സമരവും ഖേദ സത്യാഗ്രഹവും. എന്തൊക്കെയാണെന്ന് നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞ ചമ്പാരൻ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു. ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മിൽ സമരത്തിൽ നടന്നത്. അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി സമരമുഖത്തേക്ക് കാൽവച്ച ആ ഒരു സമരമായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം. 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര വ്രതം അനുഷ്ഠിച്ചു. സമരം തുടങ്ങി 4-ാം ദിവസം മിൽ ഉടമകൾ ആവശ്യം അംഗീകരിക്കുകയും ഗാന്ധിജി നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതാണ് അഹമ്മദാബാദ് മിൽ സമരം. എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ്. 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധി മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ച സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. സമരം തുടങ്ങി 4-ാം നാൾ ഉടമകൾ ആവശ്യം അംഗീകരിച്ചു. 1918 തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു ഖേദ സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഖേദ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെടുകയും എന്നാൽ നികുതി ഇളവ് അനുവദിക്കാതിരിക്കുകയും നികുതി അടയ്ക്കാത്തവരുടെ വസ്തുക്കൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. ഇതാണ് ഖേദ സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വെക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് തിരികെ നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഗാന്ധിജി സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അപ്പോൾ എന്താണ് ഖേദ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഖേദ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. അത് 1918 തന്നെയാണ്. ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെട്ടു. എന്നാൽ നികുതി ഇളവ് എന്ന ആവശ്യം അംഗീകരിച്ചില്ല. അതോടൊപ്പം തന്നെ നികുതി അടയ്ക്കാത്തവരുടെ വസ്തുക്കൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. അതാണ് ഖേദ സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 വർഷത്തേക്കുള്ള നികുതി വേണ്ട എന്ന് പറയുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് തിരികെ നൽകുകയും ചെയ്തു. ഇതാണ് ഖേദ സത്യാഗ്രഹം. അടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 നടന്നതാണ്. എന്നാണ് നടന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. എന്തായിരുന്നു? റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സമാധാനപരമായുള്ള പ്രതിഷേധത്തിന് വേണ്ടി പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ ബ്രിട്ടീഷ് സൈന്യം നിറയൊഴിച്ചതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആരൊക്കെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു? ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ്.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷ് ഓഫീസർ ആരാണ്? ജനറൽ റെജിനോൾഡ് ഡയർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയത് ആരാണ്? പഞ്ചാബ് ഗവർണർ ആയിരുന്ന ജനറൽ ഒ ഡയർ ആണ്. പേരുകൾ തമ്മിൽ മാറരുത്. ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനോൾഡ് ഡയറും പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയറുമായിരുന്നു. മൈക്കിൾ ഒ ഡയറെ വധിച്ച ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. ജനറൽ ഡയർ തന്റെ ജോലി രാജിവെച്ചത് 1920 മാർച്ച് 27-നാണ്. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31. എന്താണ്? മൈക്കിൾ ഒ ഡയറിനെ വധിച്ച കേസിൽ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31-നാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ഇനി ജാലിയൻ വാലാബാഗിനെ കുറിച്ച് ഗാന്ധിജിയുടെ ഒരു പ്രശസ്തമായ വാചകമുണ്ട്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു. ജാലിയൻ വാലാബാഗിനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിത്. എന്താണ്? പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് സർ പദവി രാജിവെച്ച ദേശീയ നേതാവാണ് രവീന്ദ്രനാഥ് ടാഗോർ. സർ പദവി രാജിവെച്ചു. മഹാത്മാഗാന്ധിയും സരോജിനി നായിഡുവും കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരിച്ചു നൽകി. അതും കൂടാതെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും സർ സി ശങ്കരൻ നായർ രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്നുണ്ടായ പ്രതിഷേധം. എന്തൊക്കെയാണ്? വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് ചേറ്റൂർ ശങ്കരൻ നായർ രാജിവെച്ചു. മഹാത്മാഗാന്ധിയും സരോജിനി നായിഡുവും കൈസർ ഇ ഹിന്ദ് എന്ന പേരിൽ ലഭിച്ച ബഹുമതി തിരികെ നൽകി. രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി തിരിച്ചു നൽകി. ഇതൊക്കെയാണ് ജാലിയൻ വാലാബാഗിനെ കുറിച്ചുള്ള പ്രതിഷേധമുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്? 1919 ഏപ്രിൽ 13-നാണ് നടന്നത്. ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ ഒത്തുകൂടിയതിനെതിരെയാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനോൾഡ് ഡയർ ആണ്. വെടിവെക്കാൻ ഉത്തരവ് നൽകിയ പഞ്ചാബ് ഗവർണർ ആണ് മൈക്കിൾ ഒ ഡയർ. ഉദ്ധം സിംഗ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചു. അതിനെ തുടർന്ന് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റി 1940 ജൂലൈ 31. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ജാലിയൻ വാലാബാഗിനെ കുറിച്ചുള്ള ഗാന്ധിയുടെ വാചകമാണത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി തിരിച്ചു നൽകി. മഹാത്മാഗാന്ധിയും സരോജിനി നായിഡുവും കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകി. സർ സി ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചു. അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനം. എന്തായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം? ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താൻ, അതായത് ഖലീഫയെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് 1919 സെപ്റ്റംബർ 21-നാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് 1919 ഒക്ടോബർ 17-നാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് 1920-ലാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാരൊക്കെയായിരുന്നു? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും മൗലാന അബ്ദുൽ കലാം ആസാദുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മഹാത്മാഗാന്ധി ആയിരുന്നു. അപ്പോൾ എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രധാനമായ കാര്യങ്ങൾ? ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ ഖലീഫയെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അവമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. 1919 സെപ്റ്റംബർ 21-ന് അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നിലവിൽ വരുന്നു. അതിനെ തുടർന്ന് അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നു. 1919 ഒക്ടോബർ 17-ന് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് 1920-ലാണ്. അതിന്റെ സ്ഥാപകർ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും മൗലാന അബ്ദുൽ കലാം ആസാദുമാണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മഹാത്മാഗാന്ധിയാണ്. അടുത്തത് മൊണ്ടേഗു ചെംസ്ബോർഡ് ഭരണപരിഷ്കാരം 1919 നടന്നതാണ്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ചെംസ്ബോർഡ് പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് മൊണ്ടേഗു ചെംസ്ബോർഡ് ഭരണപരിഷ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്.
എന്താണ്? ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ്. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. എന്താണ്? പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ്. ഈ ഭരണപരിഷ്കാര പ്രകാരം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇന്ത്യക്കാരുടെ എണ്ണം 3 ഉയർത്തി. അപ്പൊ എന്തൊക്കെയായിരുന്നു മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്ന ഇതാണ്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളെയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തി. ഈ ഭരണപരിഷ്കാര പ്രകാരം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇന്ത്യക്കാരുടെ എണ്ണം 3 ഉയർത്തി. ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചതും മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് മഹാത്മാഗാന്ധിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കത്ത സമ്മേളനമാണ്. അതൊരു പ്രത്യേക സമ്മേളനമായിരുന്നു. ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ഖാദി ആയി തീർന്നത് 1921. അത് ശ്രദ്ധിക്കണം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ഖാദി ആയി തീർന്നത് 1921. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി തിലക് രൂപീകരിച്ച ഫണ്ടാണ് സ്വരാജ് ഫണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ച പ്രഗത്ഭരായ അഭിഭാഷകരായിരുന്നു ചിത്തരഞ്ജൻ ദാസ് അഥവാ CR ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ് എന്നിവർ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്തി വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം എന്നിവ. എന്തായിരുന്നു? നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി പ്രസ്ഥാനങ്ങളാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്തി വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം എന്നിവ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുണ്ടായ കാരണമാണ് ചൗരി ചൗര സംഭവം. എന്താണ് ചൗരി ചൗര സംഭവം? 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെക്കുകയും ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22ഓളം പോലീസുകാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഹിംസാത്മകമായ ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്തു. ഈ സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത? നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധിയാണ്. 1920 കൽക്കത്ത സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ഖാദി ആയി മാറുന്നത് 1921. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി തിലക് രൂപീകരിച്ച ഫണ്ടാണ് സ്വരാജ് ഫണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് ചിത്തരഞ്ജൻ ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ് എന്നിവർ തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയും, കാശി വിദ്യാപീഠവും, ഗുജറാത്തി വിദ്യാപീഠവും, ബീഹാർ വിദ്യാപീഠവും. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. എന്തായിരുന്നു ചൗരി ചൗര? 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെക്കുകയും ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22ഓളം പോലീസുകാരെ തീ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ചൗരി ചൗര സംഭവം. ഇതേ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു എന്നറിയിച്ചു. ഇതാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഇടയായ കാരണം. ഇനി ഗാന്ധിജിയുടെ സമരങ്ങളെ കുറിച്ച് പറയുമ്പോൾ, സത്യാഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 4 സത്യാഗ്രഹങ്ങളാണ് വരാറ്. ഒന്ന് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് 1905 ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്നതാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിൽ വെച്ച് നടന്നതാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം 1918 നടന്നതാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ്. 1920 നടന്നതാണ്. ഈ ഓരോ ചോദ്യങ്ങളും പല പ്രാവശ്യമായിട്ട് പല രീതിയിൽ പരീക്ഷയ്ക്ക് വരാറുണ്ട്.
അപ്പോൾ നമുക്ക് സ്വരാജ് പാർട്ടി മുതലുള്ള അടുത്ത കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.